പെരിന്തൽമണ്ണയിൽ നടന്ന ദാരുണമായ ഈ സംഭവം നമ്മുടെ മനഃസാക്ഷിയെ നടുക്കുന്നതാണ്. വെറും 5 മാസം മുമ്പ് വിവാഹിതരായ ഷഫ്ന എന്ന 25 വയസ്സുള്ള യുവതി സ്വന്തം ഭർത്താവിനാൽ തീ കൊളുത്തപ്പെട്ട് മരണത്തിന് കീഴടങ്ങി. സ്നേഹിക്കേണ്ട കൈകൾ തന്നെ മരണത്തിലേക്ക് തള്ളിവിട്ടു എന്നറിയുമ്പോൾ നമ്മുടെ ഉള്ളിൽ ഒരു വിങ്ങൽ അനുഭവപ്പെടും. ഇതിനൊക്കെ പിന്നിൽ ഒരൊറ്റ കാരണമേ ഉള്ളൂ, അത് സംശയരോഗമാണ്. രണ്ടാമതൊരു വിവാഹത്തിലൂടെ പുതിയൊരു ജീവിതം സ്വപ്നം കണ്ടായിരുന്നു ഷഫ്ന ആ വീട്ടിലെത്തിയത്. എന്നാൽ വൈകാതെ തന്നെ അവളുടെ സ്വാതന്ത്ര്യം നിഷേധിക്കപ്പെട്ടു. സ്വന്തം വീട്ടിലേക്ക് വിളിക്കാനോ അയൽവാസികളോട് സംസാരിക്കാനോ പോലും ഭർത്താവ് മുൻഷാദ് അനുവദിച്ചിരുന്നില്ല. ആരുമായി സംസാരിച്ചാലും അത് മറ്റൊരു രീതിയിൽ വ്യാഖ്യാനിക്കുന്ന ഭർത്താവിൻ്റെ രോഗാവസ്ഥ ഷഫ്നയുടെ ജീവിതം മടുപ്പിച്ചു, നരകതുല്യമാക്കി. ഒടുവിൽ ഒരു ചെറിയ തർക്കത്തിനൊടുവിൽ ഉറങ്ങിക്കിടന്ന ആ പെൺകുട്ടിയുടെ മേൽ മണ്ണെണ്ണ ഒഴിച്ച് അയാൾ തീ കൊളുത്തുകയായിരുന്നു. 70% പൊള്ളലേറ്റ അവൾ അവസാന നിമിഷവും തൻ്റെ കുഞ്ഞിനെ ഓർത്ത് വിലപിക്കുകയായിരുന്നു. പല പുരുഷന്മാരും ചിന്തിക്കുന്നത് തൻ്റെ ഭാര്യയെ മറ്റാരോടും സംസാരിക്കാൻ അനുവദിക്കാത്തത് അവരോടുള്ള സ്നേഹക്കൂടുതൽ കൊണ്ടാണെന്നാണ്. എന്നാൽ അത് സ്നേഹമല്ല, ഇതൊരു രോഗമാണ്. പങ്കാളിയുടെ ഫോൺ രഹസ്യമായി പരിശോധിക്കുക, മറ്റാരോടോ സംസാരിക്കുന്നു എന്ന് കരുതി വഴക്കുണ്ടാക്കുക എന്നിവയെല്ലാം ഇതിൻ്റെ ലക്ഷണങ്ങളാണ്. ഒരു ഭാര്യയുടെ സ്വഭാവശുദ്ധിയെ സംശയിക്കുന്നത് അവൾക്ക് നൽകുന്ന ഏറ്റവും വലിയ വേദനയാണ്. സംശയത്തിൻ്റെ പേരിൽ ശാരീരികമായി ഉപദ്രവിക്കുന്നത് ഒരു തരത്തിലും ന്യായീകരിക്കാനാകാത്ത കൊടും പാപമാണ്. സംശയരോഗം എന്നത് ശാരീരികമായ അസുഖം പോലെ തന്നെ ചികിത്സിച്ച് മാറ്റേണ്ട ഒന്നാണ്. പങ്കാളികൾ തമ്മിൽ തുറന്ന സംസാരവും വിശ്വാസവുമാണ് ദാമ്പത്യത്തിൻ്റെ അടിസ്ഥാനം. ഇത്തരത്തിൽ അമിതമായ സംശയം ഉള്ളവർ ഒരു മാനസിക വിദഗ്ധനെയോ കൗൺസിലറെയോ കാണാൻ മടിക്കരുത്. രോഗാവസ്ഥ തിരിച്ചറിഞ്ഞ് കൃത്യമായ ചികിത്സയും കൗൺസിലിങ്ങും നൽകിയാൽ തകരാൻ പോകുന്ന ഒരുപാട് കുടുംബങ്ങളെ നമുക്ക് രക്ഷിക്കാനാകും. പ്രിയപ്പെട്ട ഭർത്താക്കന്മാരെ, നിങ്ങളുടെ ഭാര്യ നിങ്ങളുടെ അടിമയല്ല, മറിച്ച് തുല്യ പങ്കാളിയാണ്. അവളോട് ആദരവോടെയും വിശ്വാസത്തോടെയും പെരുമാറുക. സംശയമെന്ന കരിനിഴൽ നിങ്ങളുടെ ജീവിതത്തിലേക്ക് കടന്നു വരാൻ അനുവദിക്കരുത്. ഇനിയൊരു ഷഹന കൂടി ഉണ്ടാകരുത്. സ്നേഹവും വിശ്വാസവും നിറഞ്ഞ ഒരു ലോകം നമുക്ക് പടുത്തുയർത്തണമെങ്കിൽ സംശയമെന്ന ഈ വ്യാധിയെ തുടച്ചു നീക്കണം. ചിലർ യാതൊരു തെളിവുമില്ലാതെയാണ് തൻ്റെ പങ്കാളിയുടെ മേൽ ഇത്തരം വാദങ്ങൾ അടിച്ചേൽപ്പിക്കുന്നത്. അതിൻ്റെ പേരിൽ അവരെ ക്രൂരമായി മർദ്ദിക്കുകയും വിട്ടുനിൽക്കുകയും ചെയ്യുന്നു. ഇത് എത്ര കൊടിയ പാപമാണെന്നുള്ള കാര്യം നാം ചിന്തിക്കുന്നില്ല. ഷഫ്ന എന്ന ഈ സഹോദരിക്ക് സംഭവിച്ചത് തന്നെ എത്ര വലിയ ക്രൂരതയാണ്.